അധ്യായം 15. നീലിമ നീലിമ ചതിച്ചു. സിദ്ധാർത്ഥ് സാർ പൊക്കോളൂ, അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളൂ. നീലിമ അവരെ നോക്കി പറഞ്ഞു. സിദ്ധാർത്ഥ് നീലിമയെയും അശ്വിനെയും ഒന്നുകൂടെ നോക്കി അവിടെ നിന്ന് ഡ്രൈവ് ചെയ്തു പോയി. നീലിമ അശ്വിനോട് പറഞ്ഞു, അച്ചു, ആ മനുഷ്യൻ വലിയൊരാളാ. നമ്മൾ ഇപ്പൊ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനെ കാണിക്കരുത് കേട്ടോ. അശ്വിൻ കരച്ചിൽ നിർത്തി തല കുലുക്കി. മിടുക്കൻ, അമ്മയുടെ അച്ചു അല്ലെങ്കിലും നല്ല കുട്ടിയാ. നീലിമ കുഞ്ഞിനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അശ്വിൻ അവളെ നോക്കി കണ്ണു തുടച്ച് ചിരിച്ചു. അപ്പോൾ അവരുടെ വീടിന് മുന്നിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അത് ആദിയായിരുന്നു. നീലിമയ്ക്ക് അവൻ തന്നെ തിരഞ്ഞു വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? ഞാൻ നിന്റെ പിന്നാലെ വന്നതല്ല. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും. ആദി പറഞ്ഞു. എന്താ? നീലിമ ചോദിച്ചു. അങ്കിൾ, നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് വന്നത്? അശ്വിൻ ഇടയിൽ കയറി ചോദിച്ചു. അത് കേട്ട് ആദിക്ക് അവനോട് ദേഷ്യം തോന്നി. ഏച്ചക്കോട് മിണ്ടാതിരിക്കാൻ പറ. അത് ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലം നീ അവന്റെ കാര്യം നോക്കണ്ട. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോവാൻ നോക്ക്. നീലിമ പറഞ്ഞു. ഞാൻ പൊക്കോളാം, നീ ഇത് പറ. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. നിനക്കെന്താ അഞ്ജലിയോട് ഇത്ര ദേഷ്യം? ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണോ? ആദ്യം ചോദിച്ചു. അയ്യോടാ, അതിന് നീ ഏതാ? അവളെ നിന്നെ കെട്ടാൻ തീരുമാനിച്ചെങ്കിൽ അത് അവളുടെ വിധി. അതിന് എനിക്കെന്താ? നീലിമ പരിഹാസത്തോടെ പറഞ്ഞു. ആദിക്ക് അത് കേട്ട് അല്പം വിഷമം തോന്നി. അവനത് പുറമേ കാണിച്ചില്ല. നീലിമ, നിനക്കറിയാലോ ഞാനെന്താ നിന്നെ വേണ്ടാന്ന് വെച്ചതെന്ന്. പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. സോറി. നീലിമ അവന് മറികടന്ന് പോകാൻ ശ്രമിച്ചു. ആദി മുന്നിൽ കയറി നിന്നു. എന്നിട്ട് പറഞ്ഞു, പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വന്നതല്ല ഞാൻ. ചിലത് പറയാനാ. ഇതെന്ത് കഷ്ടമാണോ? നീലിമ പറഞ്ഞു. ഇതേ നോക്ക്, നീ പോയപ്പോ എന്റെ കൂടെ എപ്പോഴും നിന്നത് അഞ്ജലിയാണ്. അവളില്ലായിരുന്നേൽ ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ. ആ അവളെയാ നീ ഇപ്പൊ കുത്തി നോക്കുന്നത്. ആദി പറഞ്ഞു. സി മിസ്റ്റർ ആദിത്യ, എനിക്ക് നിങ്ങളോടോ നിങ്ങളുടെ ഫിയാൻസി അഞ്ജലിയോടോ യാതൊരു ദേഷ്യമില്ല. നിങ്ങളായി ഓട് വന്ന് മെക്കെട്ട് കയറുന്നതാണ്. അപ്പം ഇണ്ടാതിരിക്കാൻ എന്റെ നട്ടലിന്റെ സ്ഥാനത്ത് റബ്ബറല്ല. നീലിമ വാശിയോട് പറഞ്ഞു. അവൾ തന്നെ പരിഹസിച്ചതാണെന്ന് ആദിക്ക് മനസ്സിലായി. നീലിമ, നിന്റെ അഹങ്കാരം ഇത്തിരി കൂടുന്നുണ്ട്. നീ ആദ്യം നിന്റെ ഫിയാൻസി എന്തൊക്കെ ചെയ്ത് കൂട്ടിയതെന്ന് നീ ആദ്യം അന്വേഷിച്ചു നോക്ക്. അല്ലാതെ എന്റെ പിന്നാലെ നടന്നിങ്ങനെ നാണം കെടേണ്ട. നീലിമ പറഞ്ഞു. അതിന് നിന്റെ പിന്നാലെ ആര് വന്നു? നീ ഇനി അഞ്ജലിനെ അപമാനിക്കരുത്. അത് എനിക്ക് നിന്നെ സഹിക്കാൻ പറ്റില്ല. അത് പറയാനാണ് ഞാൻ വന്നത്. ആദ്യ പറഞ്ഞു. സി മിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഞാനായിട്ട് തേടി വന്നിട്ടില്ല. ഇങ്ങോട്ട് വന്നാൽ മിണ്ടാതിരിക്കുകയില്ല. അത്രേ ഉള്ളൂ. ആദ്യ അതിന് മറുപടി പറഞ്ഞില്ല. പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നില്ലേ? എന്നാ പോവാൻ നോക്കാം, നീലിമ പറഞ്ഞു. പക്ഷെ ആദ്യം അവിടെ തന്നെ നിന്ന് അവളെ നോക്കി. അത് കണ്ട് നീലിമ ആദ്യം നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ പോകുന്നില്ലേ? ആദ്യ കുറച്ചു നേരം ഒന്നും സംസാരിച്ചില്ല. നീലിമയ്ക്ക് മടുത്തു തുടങ്ങിയിരുന്നു. ആദ്യ ഇറങ്ങിപ്പോവാനാണ് അവൾ അപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. നീലിമയ്ക്ക് ആദ്യയോട് അല്പം പോലും സ്നേഹം ഇപ്പോഴില്ല. പക്ഷെ അവന്റെ മനസ്സിൽ എപ്പോഴും നീലിമ ഉണ്ടായിരുന്നു. നീലിമ, എനിക്ക് നിന്നോടുള്ള ഒരേ ഒരു വിരോധം എന്നെ നീ പണ്ട് ചതിച്ചത് കൊണ്ടാണ്. പക്ഷെ നീ എന്നോട് ശത്രുവിനോട് പെരുമാറുന്നത് പോലെയാ എന്നോട് പെരുമാറുന്നത്. എല്ലാം നിനക്കറിയാവുന്നതല്ലേ. ഞാനല്ലേ നിന്നോട് ചൂടായി സംസാരിക്കേണ്ടത്? ആദ്യ ചോദിച്ചു. നീ ഇപ്പോ അഞ്ജലിയെ പോലെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? എനിക്ക് സോറി ആദി, എനിക്ക് 100 കൂട്ടം പണികളുണ്ട്. എന്റെ പഴയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മേലാൽ എന്നെ കാണാൻ വരരുത് നീ. നീലിമ പറഞ്ഞു. അപ്പോൾ ആദി ഉടനെ വിഷയം മാറ്റി. അല്ല, അതുപോട്ടെ, നീ ഇടയ്ക്കിടെ നിന്റെ ജീവിതം അഞ്ജലി തകർത്തെന്ന് പറയുന്നുണ്ടല്ലോ. അതിന്റെ കാരണം എന്താ? ആദി ചോദിച്ചു. അത് ഞാൻ പറഞ്ഞ ഉടനെ നീ വിശ്വസിക്കാൻ പോവല്ലേ? നീലിമ പരിഹാസത്തോടെ പറഞ്ഞു. നീലിമ, നിനക്ക് എന്നെ നന്നായി അറിയാവുന്നതല്ലേ. ചെറുപ്പം മുതലേ നമ്മൾ ഒന്നിച്ചായിരുന്നില്ലേ വളർന്നത്. അതെ, കൂടുതൽ സെഞ്ചടിയൊന്നും വേണ്ട. നീ ഒരിക്കലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. കൂടുതലൊന്നും പറയിപ്പിക്കാതെ നീ പോവാൻ നോക്കാതെ. നീലിമ പറഞ്ഞു. ആദി അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ തുടർന്നു. നീ അഞ്ജലി എന്നെ വേദനിപ്പിക്കരുത്. അവൾക്ക് നിന്നെ ഭയങ്കര കാര്യമാണ്. അവൾ എപ്പോഴും നിന്നെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നിട്ടും നീ എന്താ അതൊന്നും മനസ്സിലാക്കാതെ പെരുമാറുന്നത്? നീ അവളെ കുറിച്ച് എന്നെ പഠിപ്പിക്കണമെന്നില്ല ആദി. അവളെ പോലെ ദുഷിച്ച മനസ്സ് എന്നെ പോലെ മറ്റൊരാളും മറന്നു കാണില്ല. അതുകൊണ്ട് നീ പോവാൻ നോക്ക്, നീലിമ പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും നീലിമ തന്റെ വശത്തേക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ആദിക്ക് നല്ല ദേഷ്യം തോന്നി. അല്ല, നീ എന്താ ഇങ്ങനെ? മര്യാദക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നീ തല കയറാൻ വരുവാണല്ലോ. അതെ, നീ എന്നെ ചതിച്ചിട്ട് പോയവളാ, അത് ഓർമ്മ വേണം. എന്നിട്ട് നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ ഞാൻ നിന്നെ ചതിച്ചതുപോലെയുണ്ടല്ലോ. ആദി പറഞ്ഞു. ആദി, മതി നിർത്ത്. അതൊക്കെ അടഞ്ഞ അധ്യായമാണോ? എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. ഇറങ്ങി പൊക്കോണം എന്റെ വീട്ടിൽ നിന്ന്. നീലിമ പറഞ്ഞു. അത് കേട്ട് ആദി തുടർന്നു. പോകാൻ തന്നെ വന്നതാ, അല്ലാതെ ഇവിടെ കയറി താമസിക്കാൻ പോകില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. നീലിമ അതിന് മറുപടി പറയാതെ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ആദ്യ തുടർന്നു. നീലിമ, നിനക്കൊരു നല്ല ജീവിതം കിട്ടാനാണ് ഞാനും അഞ്ജലിയൊക്കെ എപ്പോഴും ശ്രമിക്കുന്നത്. നീ അത് പക്ഷേ മനസ്സിലാക്കുന്നില്ല. ഈ ചെക്കനെയും കൊണ്ട് നീ എത്ര കാലം തന്നെ ജീവിക്കും? ആദ്യ ചോദിച്ചത് കേട്ട് നീലിമ മറുപടി പറഞ്ഞില്ല. അവൾക്ക് അതിനുത്തരമില്ലായിരുന്നു. അവളുടെ മൗനം കണ്ട ആദ്യ തുടർന്നു. നീ വീട്ടുകാർ പറയുന്നത് പോലെ ഒരു കല്യാണം കഴിച്ച് ജീവിക്ക്, അതാവും നല്ലത്. ചൂണ്ടിക്കാണിക്കാനാണെങ്കിലും ഇവനൊരു അച്ഛൻ വേണ്ടേ? നാളെ ഈ കുട്ടി വളരും. അവൻ നിന്നോട് അച്ഛന്റെ കാര്യം ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയുന്നു അവനോട്? നീ ഒന്ന് പോകുന്നുണ്ടാതി. എനിക്ക് നിന്റെ ഉപദേശം കേൾക്കാൻ സമയമില്ല, നീലിമ പറഞ്ഞു. സത്യങ്ങൾ ഇവൻ അറിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് നീ ചിന്തിക്കാറുണ്ടോ? അവൻ നിന്റെ വെറുക്കും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ആദ്യ ചോദിച്ചത് കേട്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ആദ്യം അഞ്ജലിയും എല്ലാം എന്തിനാണ് തന്നെ പുറകെ നടന്ന് കുത്തി നോവിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് ആദ്യ കാണാതിരിക്കാൻ അവൾ അകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചു.
ആദി കുറച്ചു സമയം കൂടി അവിടെ നിന്ന ശേഷം തിരികെ പോയി. മുറിയിൽ ചെന്ന് കിടന്ന് നീലിമ ഒരുപാട് കരഞ്ഞു. അവളുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിരുന്നു. അത് ആദി അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല, ഒരു പക്ഷെ തന്റെ മകൻ പിന്നീട് ഒരിക്കൽ തെറ്റിദ്ധരിക്കുമോ എന്ന് ചിന്തിച്ചത് കൊണ്ടായിരുന്നു. അവൾ കരയുന്നത് കേട്ടാണ് അശ്വിൻ മുറിയിലേക്ക് വന്നത്. അമ്മയെ ആദി വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് അവൾ കരയുന്നതെന്ന് അശ്വിന് മനസ്സിലായി. അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ, എന്തു പറ്റി? എന്തിനാ കരയുന്നേ? അശ്വിൻ അമ്മയുടെ കവിൾ തൊട്ടുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് നീലിമ അശ്വിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും കരഞ്ഞു. അവളുടെ സങ്കടം കണ്ട അശ്വിന് വളരെ വിഷമം തോന്നി. അമ്മ കരയുന്നത് അവന് ഇഷ്ടമില്ലായിരുന്നു. അമ്മ കരയല്ലേ, നമുക്ക് ഡാഡിയോട് പറഞ്ഞ് ആ അങ്കിളിനെ ഇടിക്കാം. അശ്വിൻ പറയുന്നത് കേട്ട് നീലിമ കരച്ചിൽ നിർത്തി കണ്ണു തുടച്ചിട്ട് അവനെ നോക്കി പറഞ്ഞു. അച്ചു, ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തെ ഡാഡി എന്ന് വിളിക്കരുതെന്ന്. അശ്വിൻ ഒന്നും മിണ്ടിയില്ല. അച്ചു, ഞാൻ പറഞ്ഞത് കേട്ടോ? നീലിമ ചോദിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ നീലിമ അവനെ കുളിപ്പിച്ച് ഒപ്പം കിടത്തി. അവളും അടുത്ത് കിടന്ന് മയങ്ങിപ്പോയി. പക്ഷേ അശ്വിൻ ഉറങ്ങിയില്ല. അവൻ അമ്മയുടെ വിഷമം കണ്ടതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ഓർത്ത് കിടക്കുമായിരുന്നു. ആ സമയം സിദ്ധാർത്ഥ തിരികെ വീട്ടിലെത്തിയിരുന്നു. അവന്റെ അമ്മ ഗീതയും അച്ഛനും എല്ലാം ഹോളിൽ ഉണ്ടായിരുന്നു. ഇതാ സിദ്ധു വന്നുവല്ലോ, ഇനി അവൻ തന്നെ നോക്കട്ടെ. ഗീത പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവരെ നോക്കി. എന്തോ കാര്യമായ ചർച്ചയിലാണ് അച്ഛനമ്മയെന്ന് അവന് തോന്നി. കൂടാതെ മേശമേൽ കുറെ ഫോട്ടോകൾ നിരത്തി വെച്ചിട്ടുണ്ട്. തുടങ്ങി സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. അവന് വേണ്ടിയുള്ള കല്യാണ ആലോചനകളായേക്കാമെന്നോ അവൻ മനസ്സിൽ ഊഹിച്ചിരുന്നു. അവന് ഒട്ടും താല്പര്യമില്ലാതെ മുന്നോട്ട് ചെന്നു. സിദ്ധു, ഇത് നോക്ക്, ഇതിലേതെങ്കിലും ഒന്ന് നീ സെലക്ട് ചെയ്യാം, നമുക്ക് ആലോചിക്കാം. ഇനി നിന്നെ ഇങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ. ഗീത പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അച്ഛനെ നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞു. മോനെ, അമ്മ പറയുന്നത് കേൾക്ക്. ഞങ്ങളുടെ കാലശേഷം പിന്നെ നിനക്ക് വേറെ ആരും കാണില്ല സിദ്ധു. ബെസ്റ്റ്. അച്ഛനും അമ്മയുടെ സൈഡ് തന്നെ, സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. ഗീത ഒരു ഫോട്ടോ എടുത്ത് അവനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. നോക്ക് സിദ്ധു, ഈ കുട്ടി എഞ്ചിനീയറിംഗ് കഴിഞ്ഞു നിൽക്കുക, നിനക്ക് നന്നായി ചേരും. എന്റെ അമ്മേ, എനിക്കിപ്പോ കല്യാണം വേണ്ട. സമയം വരുമ്പോൾ ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? സിദ്ധു, മതി. നീ ഇത് തന്നെ പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേയായി. നിനക്ക് പ്രായമായി വരുവാ. നിനക്ക് കൂട്ടിന് ആരെങ്കിലും വേണ്ട മോനെ, ഗീത പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അമ്മയെ വിഷമിപ്പിക്കാണെന്ന് കരുതി ഒന്നും പറഞ്ഞില്ല. ഗീത ഓരോ ഫോട്ടോസ് എടുത്ത് സിദ്ധാർത്ഥിന്റെ നേർക്ക് കാണിച്ച് ഓരോന്നും വിശദീകരിച്ചുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥ് അതൊന്നും ശ്രദ്ധിച്ചില്ല. അവന്റെ മനസ്സിലപ്പോൾ നീലിമയുടെ മുഖം തെളിഞ്ഞു വന്നു. അടുത്ത നിമിഷം തന്നെ നീലിമ എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊരു കോൾ അവന്റെ ഫോണിലേക്ക് വന്നു. നീലിമയുടെ നമ്പർ അന്ന് അശ്വിനെ വിളിക്കാൻ ഫോൺ കൊടുത്തപ്പോൾ തന്നെ സിദ്ധാർത്ഥ് സേവ് ചെയ്തിരുന്നു. ഈ പെണ്ണെന്താ മന്ത്രവാദിനി എങ്ങനാണോ? ഓർത്തപ്പോ തന്നെ ഫോൺ വിളിക്കുന്നല്ലോ, സിദ്ധാർത്ഥ് ആലോചിച്ചു. സിദ്ധാർത്ഥ് വീട്ടുകാരോടൊപ്പം ഉള്ളപ്പോൾ അത്ര അത്യാവശ്യമുള്ള കോൾസ് മാത്രമേ അറ്റൻഡ് ചെയ്യാറുള്ളൂ. നീലിമയുടെ പേര് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവന് ഫോൺ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ. മറുവശത്ത് അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു. ഹലോ, സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു. ഡാഡി. ഫോണിന്റെ മറുവശത്ത് നിന്നും അശ്വിൻ വിളിച്ചു. അശ്വിന്റെ ശബ്ദം കേട്ട് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അറിയാതെ വാത്സല്യം ഉണർന്നു. ഓഫീസിൽ വെച്ച് അശ്വിൻ സിദ്ധാർത്ഥിന്റെ ഒരു കാർഡ് കൈക്കലാക്കിയിരുന്നു. അതിലെ നമ്പർ നോക്കിയാണ് അവൻ വിളിച്ചിരിക്കുന്നത്. അശ്വിനുടനെ നീലിമയുടെ അടുത്ത് നിന്നും മാറിയിരുന്നു. അച്ചു, സിദ്ധാർത്ഥ വിളിച്ചു. ഡാഡി, ഇന്നിവിടെ ആന്റിയുടെ കൂടെയുള്ള അങ്കിളില്ലേ, അയാൾ വന്നിരുന്നു. അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അമ്മ ഒത്തിരി കരഞ്ഞു, അശ്വിൻ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. ആദ്യയെക്കുറിച്ചാണ് അശ്വിൻ പറയുന്നതെന്നോ അവന് മനസ്സിലായി. സിദ്ധാർത്ഥ് ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് നോക്കി ഗീതയും വിശ്വനാഥനും അമ്പരുന്നു. സാധാരണ അവരുടെ കൂടെയുള്ളപ്പോൾ സിദ്ധാർത്ഥ് തിരക്കെല്ലാം മാറ്റിവെച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഇതിപ്പോ വന്ന ഉടനെ തന്നെ തിരികെ പോയിരിക്കുന്നു. ഇവനിപ്പോ എങ്ങോടെ ഓടുന്നേ? ഗീത ചോദിച്ചു. വല്ല അത്യാവശ്യം ഉണ്ടാവും, നീ ഫോട്ടോ ഒക്കെ എടുത്തു വെക്ക്, അവൻ പോയിട്ട് വരട്ടെ, വിശ്വനാഥൻ പറഞ്ഞു. ഗീത മകൻ പോകുന്നത് നോക്കി നിന്നു. നീലിമ ഉറക്കമുണർന്നപ്പോൾ അശ്വിൻ ഹാളിലിരുന്ന് എന്തോ ആലോചിക്കുകയാണ്. അച്ചു, ഉറങ്ങിയില്ല നീ? നീലിമ ചോദിച്ചു. ഇല്ല. എന്നാ അമ്മ മോനെ എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് കൊണ്ടുവരാം. നീലിമ അതും പറഞ്ഞു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അശ്വിൻ അപ്പോഴും ഹാളിലിരുന്ന് ഉമ്മറത്തേക്ക് ശ്രദ്ധിച്ചു നോക്കിയിരിപ്പുണ്ടായിരുന്നു. ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ. നീലിമ ഒരു ഗ്ലാസ്സിൽ ചായയും അവന് കഴിക്കാൻ ബിസ്ക്കറ്റുകൾ മുന്നിൽ കൊണ്ടുവച്ചിട്ടും അശ്വിൻ അതെടുത്ത് കഴിച്ചില്ല. അവന്റെ മാറ്റം ശ്രദ്ധിച്ച നീലിമ അവന്റെ അരികിൽ ചെന്നിരുന്നു. എന്താ മോളു, എന്തു പറ്റി? ഒന്നുമില്ല അമ്മ, അമ്മ കഴിച്ചോ? എനിക്ക് വേണ്ട, അശ്വിൻ പറഞ്ഞു. അവൻ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് നീലിമയ്ക്ക് ആകെ വിഷമമായി. ആദി തന്നോട് വഴക്കിട്ടത് കണ്ട അശ്വിൻ വല്ലാതെ പേടിച്ചിരിക്കുന്നു എന്നാണോ നീലിമ വിചാരിച്ചത്. അവൾ അവന്റെ അരികിൽ നിന്ന് മാറാതെ ബിസ്ക്കറ്റ് എടുത്ത് അവന് നീട്ടി. അച്ചു, ഇത് കഴിച്ചേ, അമ്മയല്ലേ പറയുന്നേ? അശ്വിൻ ഇത് കേട്ട് ബിസ്ക്കറ്റ് വാങ്ങി കഴിക്കാൻ തുടങ്ങിയപ്പോൾ കോളിംഗ് ബെൽ മുഴങ്ങി. ആദിയായിരിക്കും. ഇനി അവനെ ഞാൻ വെറുതെ വിടില്ല. നീലിമ ഹോളിലേക്ക് ചെന്ന് ചൂൽ കയ്യിലെടുത്ത് മറച്ചു പിടിച്ചു. ആദി അശ്വിന്റെ മുന്നിൽ വെച്ച് ഇനി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഇനി ഉറപ്പായി അവളെ തല്ലുമെന്നും നീലിമ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷേ വാതിൽ തുറന്നപ്പോൾ അവൾ ഞെട്ടിപ്പോയി. മുന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നു. സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കി. നീല നിറത്തിലുള്ള ടോപ്പിൽ അവൾ വളരെയധികം സുന്ദരിയായിരുന്നു. അവന്റെ നോട്ടം കണ്ട അവൾക്ക് എന്തോ ജാള്യത തോന്നി. നീലിമ ഹോളിൽ കിടന്ന ഷോൾ എടുത്ത് ദേഹത്തിട്ടു. അപ്പോഴാണ് സിദ്ധാർത്ഥ് നോട്ടം മാറ്റിയത്. അവന്റെ മനസ്സിൽ മഞ്ഞ് വീഴുന്നത് പോലെ ഒരു നിർവൃതി തോന്നി.
സിദ്ധാർത്ഥ സാറ് എന്താ വന്നേ? നീലിമ ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു നിഷ്കളങ്കതയുണ്ട്. സിദ്ധാർത്ഥ് അത് ശ്രദ്ധിക്കുകയായിരുന്നു. സാർ, നീലിമ വീണ്ടും വിളിച്ചപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്തു. അപ്പോഴാണ് അവന് സ്ഥലകാല ബോധം വന്നത്. ഉടനെ ശബ്ദം ശരിയാക്കി സിദ്ധാർത്ഥ് ചോദിച്ചു, അല്ല, അവനെവിടെ ആദിദേവ്? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി. ആദ്യം ഇവിടെ വന്നിരുന്നു എന്ന് സാർ എങ്ങനെ അറിഞ്ഞു? ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇവിടെ അവന്റെ ആ ചൊറിയാനുള്ള ആഗ്രഹം ഞാൻ മാറ്റിക്കൊടുക്കാം. സിദ്ധാർത്ഥ് ഷർട്ടിന്റെ കൈമടക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ സാർ, അയാൾ അപ്പൊ തന്നെ പോയി. അല്ല, സാർ ഇതെങ്ങനെ അറിഞ്ഞെന്ന് പറ. നീലിമ ചോദിച്ചു. അതൊക്കെ അറിഞ്ഞു. സിദ്ധാർത്ഥ് അശ്വിനെ നോക്കിയാണത് പറഞ്ഞത്. അപ്പോൾ അശ്വിൻ അമ്മയെയും സിദ്ധാർത്ഥിനെയും നോക്കി. എന്നിട്ട് സിദ്ധാർത്ഥിനോട് പറഞ്ഞു, ഡാഡി, ഞാൻ ഫോണിൽ പറഞ്ഞതെല്ലാം സത്യമാണ്. അയാൾ അമ്മയെ കുറെ ചീത്ത പറഞ്ഞു. എന്നെ കുറിച്ചൊക്കെ അമ്മയോട് അയാൾ എന്തൊക്കെയോ പറഞ്ഞു. സിദ്ധാർത്ഥ് കുഞ്ഞിനെ എടുത്തു. എന്നിട്ട് നീലിമയെ നോക്കി. അശ്വിൻ വീണ്ടും സിദ്ധാർത്ഥിനെ ബുദ്ധിമുട്ടിച്ചത് നീലിമയ്ക്ക് തീരെ ഇഷ്ടമായില്ല. അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു.